ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ ചാരാൻ അവരുടെ ബി ടീമും കേരളത്തിൽ ശ്രമിക്കുന്നു എന്ന് മാത്രമേ. നിയമവിദഗ്ധരാകാം, ഇതിൻ്റെ വക്താക്കളാകാം, പ്രചാരകരാകാം. ഈ വകുപ്പാണ്, ഈ വകുപ്പ് ഇതാ മുനമ്പത്തിന് ഈ പരിഹാരം ഉണ്ടാകും എന്ന് നിങ്ങൾ ഒരു മാധ്യമത്തിലും കണ്ടില്ല, ഒരു ആളുടെയും പ്രഖ്യാപനം കണ്ടില്ല. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചതിന് പിന്നാലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ എങ്ങനെയാണ് വഖഫ് ബിൽ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചതെന്ന് പി രാജീവ് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്ന പരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ എന്താണ് മുന്നിൽ കാണുന്നതെന്നും പി രാജീവ് വിശദീകരിച്ചു. അതോടൊപ്പം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ചിലർ നമ്മുടെ സമൂഹത്തിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന വിവരവും പി രാജീവ് പങ്കുവയ്ക്കുകയുണ്ടായി. നമുക്ക് പി രാജീവിന്റെ മുനമ്പത്തെക്കുറിച്ചുള്ള ആ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം തുടരാം എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായകരമാണ്. മുനമ്പത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്തെല്ലാം നടപടികളാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നത്. അത് വഖഫാകാം, വഖഫ് അല്ലാതാകാം, ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിൽ പോലും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ നിയമപരമായ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവരവിടെ നിന്ന് കുടിയിറക്കില്ല എന്ന കാര്യം നേരത്തെ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനെങ്ങനെയാണ് കഴിയുക? ഇതാണ് ഗവൺമെൻറ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ആ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ശ്രമം നടത്താൻ പോലും സർക്കാരിന് അധികാരമില്ല എന്ന നിലപാടായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, ഈ ലാൻഡ് ഒരു വഖഫ് ലാൻഡാണ് എന്ന തരത്തിൽ കോടതികളുടെ തീരുമാനം ഉള്ളതുൾപ്പെടെ കാര്യങ്ങൾ ഹൈക്കോടതി വിധിക്കകത്ത് പരാമർശിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം ചില സങ്കീർണതകൾ ഹൈക്കോടതി വിധി, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഉടൻ തന്നെ അപ്പീൽ പോകണം എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നത്. അതിപ്പോൾ ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ചിരുന്നു. അപ്പീലിൽ വാദം കേട്ട് വിധി പറയുന്നതിന് സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം, ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മുൻപിൽ വച്ചത്. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായകരമാകും. അതിവേഗത്തിൽ തന്നെ കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അല്ല, അതിപ്പോൾ എന്തായാലും വിധിയുടെ ഭാഗമായിട്ട് കമ്മീഷൻ്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച സമയം അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ കമ്മീഷനാണ് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയേണ്ടത്. കമ്മീഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർക്കിനി സമയം വേണ്ടിവരുമോ, പരമാവധി സമയത്തിനകത്ത് തന്നെ പൂർത്തീകരിക്കണം എന്നതാണ് നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ജൂണോടുകൂടിയായിരിക്കും അപ്പീലിലെ വിധി, ഫൈനൽ വെർഡിക്റ്റ് വരുന്നത്. അതിന് വിധേയമായിട്ടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് എത്തുക. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിന് ഒരു അനുകൂലമായ സാഹചര്യം ഈ ഡിവിഷൻ ബെഞ്ച് വിധിയോടുകൂടി സംജാതമായിട്ടുണ്ട്. അല്ല, സങ്കീർണത ഉള്ളത് കൊണ്ടാണല്ലോ കമ്മീഷൻ വെച്ച് 10 മിനിറ്റിൻ്റെ ഇൻസ്റ്റാന്റ് പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കമ്മീഷനെ വെച്ച് പഠിക്കാൻ തീരുമാനിച്ചത്. അല്ല, നിയമപരമായ പരിരക്ഷ അല്ലാതെ പിന്നെ ഏത് പരിരക്ഷയാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചോദ്യം വ്യക്തമായില്ല. നിയമപരമായ പരിരക്ഷ എന്ന് പറഞ്ഞാൽ ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അതല്ലാതെ ഏതാണ് ഒരു റിലീഫ്? അല്ല, ഇവരുടെ ചോദ്യം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ
പറയുന്നത് ഈ കമ്മീഷനെ വെച്ചില്ല എങ്കിൽ പോലും ഈ വിഷയങ്ങൾ നേരത്തെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. എങ്ങനെയാ? ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ പറവൂർ കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇത് വഖഫ് ഭൂമിയാണെന്ന് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വിധി തന്നെ പറഞ്ഞത് സിംഗിൾ ബെഞ്ചിൻ്റെ. അതുൾപ്പെടെയാണല്ലോ അപ്പീൽ പോയിരിക്കുന്നത്. അതല്ലാതെ എന്താ പരിഹാരം? അല്ല, വന്നില്ലാതെ ഇങ്ങനെ പരിഹരിക്കാൻ കഴിയാ? അല്ല, എങ്ങനെ പരിഹരിക്കാൻ കഴിയാ? അല്ല, എന്നിട്ട് നിങ്ങളവരോട് ചോദിക്കേണ്ട എന്താണ് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി സഹായകരാവുമല്ലോ. ഇതല്ലാതെ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ തുടർ നടപടികൾ എടുക്കുന്നതിന് ഹൈക്കോടതിയോട് അനുമതി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിന് എന്തെങ്കിലും നടപടി സർക്കാർ ഇപ്പോൾ എടുക്കാൻ കഴിയില്ല. ഈ ഹൈക്കോടതിയോട് തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിൻ്റെ അടുത്ത ഘട്ടം കോടതി വന്ന ശേഷം മാത്രമല്ലേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ല, ഇപ്പോൾ നമ്മൾ ഇടക്കാലായിട്ടാണല്ലോ എന്ന് വെച്ചാൽ നമ്മളൊരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു. അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്തു. അപ്പീൽ കേട്ട് തീരുമാനം വരുന്നതുവരെ കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അപ്പീലിൻ്റെ വിധി വരുന്നത് വരെ കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം, ഇപ്പോഴത്തെ വിധി അതുവരെ സ്റ്റേ ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ഒരു ഇടക്കാല ഉത്തരവിന് വേണ്ടി. സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ച് എല്ലാ വശവും പരിശോധിക്കുമല്ലോ. വളരെ ഗൗരവമായ കണ്ടെത്തലുകളാണെങ്കിൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അവസാന വിധി വരട്ടെ എന്നായിരിക്കും അവർ തീരുമാനിക്കുക. ഇപ്പം എന്തായാലും ഈ വശങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പ്രവർത്തനം തുടരാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതാണ് പരമാവധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പറയുന്നത് നിൽക്കട്ടെ, അവസാന വിധി വരട്ടെ എന്നാണ് സാധാരണ നമ്മുടെ ഈ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ അപേക്ഷ അത് റിലവൻ്റ് ആണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നിയത് കൊണ്ടാകണം ഹൈക്കോടതി, ഞാൻ വിധിയുടെ ഇപ്പോഴത്തെ മുഴുവൻ വായിച്ചില്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൗകര്യം വേഗത്തിൽ തന്നെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരും. ആ വിധിക്കനുസരിച്ച് മറ്റു കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ പാർലമെന്റിൽ അടക്കുന്നത് നിയമമാവുകയും രാഷ്ട്രപതി ആവുകയും ചെയ്തു. അതിൻ്റെ BJP വലിയ തരത്തിൽ ഇതിനെ മുൻപ് വിഷയമാണ് വഖഫിന്റെ ഭാഗമായിട്ട് BJP ഉയർത്തിക്കാണിച്ചത്. അതിനിടയിൽ ഇങ്ങനെ ഒരു വിധി വരുന്നത് കേരളത്തിന് വലിയ ആശ്വാസം. വിധി ആശ്വാസകരം തന്നെ. പക്ഷേ ഇപ്പോൾ മുനമ്പം വഖഫ് മാത്രമല്ല എന്നുള്ളത് ഓർഗനൈസറുടെ ലേഖനം വ്യക്തമാക്കിയല്ലോ. വഖഫിനേക്കാൾ കൂടുതൽ ഭൂമി ഉള്ളത് ക്രിസ്ത്യൻ പള്ളികൾക്കാണ്. സ്ഥാപനങ്ങളുള്ളത് ഇത്രയാണ്. 20,000 കോടി രൂപയുടെ ഭൂമി ക്രിസ്ത്യൻ പള്ളികളുടെ കയ്യിലുണ്ട് എന്ന് RSSന്റെ മുഖപത്രം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു സമഗ്ര പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഈ വഖഫ് ബില്ല് എന്നുള്ളത്. അത് ഇവിടെ ഈ പ്രശ്നം അനുഭവിക്കുന്നവർ ഇപ്പോൾ വർഷങ്ങളായി താമസിക്കുന്നു. പണം കൊടുത്ത് അവർ വാങ്ങിയ ഭൂമി, ആ ഭൂമിയെ താമസിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം കിട്ടുമോ എന്ന് അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അവർ ഇതിൽ നിന്നൊരു ആശ്വാസം കിട്ടും, ഏതിൽ നിന്ന് ആശ്വാസം കിട്ടുമെന്ന് അവർ കരുതിയാലും അവരപ്പോൾ അതിനെ സംബന്ധിച്ച് മാത്രം കണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കും. പക്ഷെ ഇതുവരെ ഒരു നിയമവിദഗ്ധരും ഈ നിയമം കൊണ്ട് മുനമ്പത്തിന് എങ്ങനെ ഒരു റിലീഫ് കിട്ടുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. ഇത് യൂസർ കൈവശം വച്ചിരിക്കുന്ന വഖഫ് ലാൻഡിൽ പോലും ഇത് നിയമം വരുന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് അവിടെ പ്രാബല്യമുള്ളൂ എന്ന് വകുപ്പ് കൃത്യമായി ഇപ്പോൾ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് ശേഷം വന്ന ബില്ല് ഫാക്റ്റായിപ്പോൾ അതിനകത്ത് കാണുകയുണ്ടായി. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളത് 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. 6 മാസം കഴിഞ്ഞ് പിന്നീട് വേണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ അത്തരം ഭൂമിക്ക് പോലും അവകാശം നൽകിയിട്ടുണ്ട്. ആകെ ട്രസ്റ്റിൻ്റെ ഡെഫിനേഷൻ്റെ വ്യാഖ്യാനത്തിനകത്ത് മാത്രമാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ നിയമം മുനമ്പത്തെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേരളത്തിൽ നടക്കുന്ന ശ്രമം മാത്രമാണ്. അതിപ്പോൾ നിയമം വരുമ്പോൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. വഖഫാകാം, വഖഫ് അല്ലാതാകാം. എങ്ങനെയാണെങ്കിൽ പോലും അവിടെ വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഭൂമിയിലുള്ള അവകാശം ഉറപ്പുവരുത്തണം. അതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. കമ്മീഷൻ നിയോഗിച്ച സമയം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണം പ്രതിപക്ഷ ഭാഗത്തു നിന്നും BJP ഭാഗത്തു നിന്നും മറ്റ് ഈ ക്രൈസ്തവ ന്യൂനപക്ഷ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്ന് പോലും ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇത് നിയമസഭയിൽ ഉള്ളതാണോ, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ വിമർശനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു.
ആ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് ഇപ്പോൾ കോടതിയെ കാണാം. അപ്പോൾ ഈ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അല്ല, അങ്ങനെയല്ല, അവരെല്ലാം സഹകരിച്ചാണ് തരുന്നത്. കാരണം ഇപ്പോൾ അവിടുത്തെ മുനമ്പം സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളും അവിടെ ഭൂമിയുടെ ഉടമസ്ഥയുള്ള ആളുകൾ അവരെല്ലാവരും കമ്മീഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് നിന്നിരുന്നത്. അവർ കമ്മീഷനെ കണ്ടിരുന്നു, കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് അവർ നിന്നിരുന്നത്. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, മുനമ്പം ഈ പുതിയ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ട് പ്രസക്ത കാര്യങ്ങൾ പറഞ്ഞില്ല. ഒന്ന്, നിസാർ കമ്മീഷൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അത് നിസാർ കമ്മീഷൻ്റെ രേഖ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഞങ്ങൾക്കൊരു അധികാരമില്ല, വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത്. വഖഫ് ബോർഡിൻ്റെ തീരുമാനം അദ്ദേഹം പരാമർശിച്ചേയില്ല. വഖഫ് ബോർഡ് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിലുള്ള ബോർഡാണ് ആ തീരുമാനം എടുത്തത്. അതാണ് ആധികാരികമായി ഇപ്പോൾ നിൽക്കുന്ന രേഖ എന്നുള്ളത്. രണ്ട്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോലും ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില നിലപാടുകൾ ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻസ്റ്റാൻറ്റ് പരിഹാര മാർഗങ്ങളില്ല, സങ്കീർണതയുണ്ട്. എല്ലാ വശവും പരിശോധിച്ചുകൊണ്ട് ഭാവിയിലും അവർക്ക് കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കയ്യടിക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്ത് പിറ്റേ ദിവസം കുടിയുറക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അവർക്ക് നിയമപരമായ അവകാശം പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനമാണ് കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ഈ കമ്മീഷന് കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോഴും മുനമ്പം സമരസമിതി സർക്കാരിനെതിരെ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഈ ഹൈക്കോടതി വിധി വന്ന ശേഷം പറയുന്നത് ഈ നിരാഹാര സമരം കൊടുമ്പിരി കൊണ്ടപ്പോഴാണ് സർക്കാർ നിക്കക്കളിയില്ലാതെ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് ഈ വിധി വന്നതിന് ശേഷം പറയുന്നത്. സർക്കാരിനെതിരെ വീണ്ടും ആക്ഷേപമാണ്. വീണ്ടും പറയുന്നത് സർക്കാർ ഇത് വിജയിച്ചു, പക്ഷേ ഞങ്ങളുടെ നിരാഹാര സമരത്തിൽ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ സർക്കാരിന് കമ്മീഷൻ നിയോഗിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അല്ല, അതിനിപ്പോൾ എന്താ, അവർ സമരം ചെയ്തു, അതൊന്നുള്ള യാഥാർത്ഥ്യമല്ല. അതിനിപ്പോൾ എന്താ കുഴപ്പം? അല്ല, നിയമപരമായ അവകാശം എന്ന് പറഞ്ഞാൽ എന്താ അവർ പങ്കുവയ്ക്കുന്നു? പ്രതീക്ഷ സമരസമിതിയല്ലേ പൂർണ്ണമായിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നിയമപരമായിട്ട് അവകാശം സംരക്ഷിക്കുക. ഇതിലിപ്പോൾ യഥാർത്ഥത്തിൽ ചിലർ പറയുന്നുണ്ട് ഇനി പ്രശ്നമില്ല, നിയമം പാസ്സാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇവർക്ക് കമ്മീഷനൊന്നും ഇനി ആവശ്യമില്ല അങ്ങനെയുള്ളവർക്ക്. കാരണം നിയമം തന്നെ അവർക്ക് സംരക്ഷണം നൽകുമല്ലോ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ, നിയമവിദഗ്ധരാകാം, ഇതിന്റെ വക്താക്കളാകാം, പ്രചാരകരാകാം. ഈ വകുപ്പാണ്, ഈ വകുപ്പ് ഇതാ മുനമ്പത്തിന് ഈ പരിഹാരം ഉണ്ടാകും എന്ന് നിങ്ങൾ ഒരു മാധ്യമത്തിലും കണ്ടില്ല, ഒരു ആളുടെയും പ്രഖ്യാപനം കണ്ടില്ല. സമരസമിതി ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ട്, അവർ സന്തോഷം പ്രകടിപ്പിച്ചു, ലഡ്ഡു വിതരണം ചെയ്തു. അത് ചിലപ്പോൾ അപ്പൻ്റെ വൈകാരികതയാകാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്പം സമരം നിർത്താമല്ലോ. ഇനി നിയമപരമായി ഉറപ്പായല്ലോ, ഇനി ആരുടെയും സഹായവും വേണ്ടല്ലോ, ഒരു കമ്മീഷന്റെ ശുപാർശയും വേണ്ടല്ലോ. പക്ഷെ അവരങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ ചാരാൻ അവരുടെ ബി ടീമും കേരളത്തിൽ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടാകാം. അവരും ഇപ്പോൾ ഒരു പരിഹാരം ഇതോടുകൂടി ഉണ്ടാകും. ഈ മുനമ്പത്തിന്റെ പ്രശ്നത്തിന് മാത്രമായിരിക്കും പരിഹാരം എന്ന് ഇപ്പം ഞാൻ പറയണോ. ഈ ഒരു നിയമവും ഏത് നിയമത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വഖഫിനെ പലവണ ഭേദഗതി ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, വഖഫിന്റെ ഭരണസമിതിയിൽ തന്നെ മുസ്ലിമുകളല്ലാത്ത ആളുകൾ വരും. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെ അമുസ്ലിമാകാം. ഇത്തരം പ്രശ്നം ഇപ്പോൾ ദേവസ്വം ബോർഡിൽ അങ്ങനെ വന്നാൽ നാളെ, അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഇപ്പോൾ അതിനുശേഷം ഓർഗനൈസർ ലേഖനം വന്നല്ലോ, കേരളത്തിൻ്റെ സൗത്ത് അവരുടെ മിഷൻ പരാജയപ്പെടുമെന്ന ചില ഇത് വന്നപ്പോഴാണ് പെട്ടെന്ന് പിൻവലിച്ചത്. പക്ഷേ അത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു. 20,000 കോടി രൂപ ഇപ്പോൾ ആസ്തിയുള്ള ഭൂമി ക്രിസ്ത്യൻ പള്ളിയുടെ കയ്യിലാണുള്ളത്, അതും പിടിക്കേണ്ടി വരും എന്ന മട്ടിലുള്ള ഒരു ഭീഷണിയാണ് നടത്തിയിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്തരം ആഹ്വാനം നടത്തിയവർക്ക് ഇപ്പോൾ അതിൻ്റെ സമഗ്ര പദ്ധതിയുടെ ഭാഗമാണിതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മുനമ്പത്തിൻ്റെ സങ്കീർണതകളുള്ള പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു ഈ കമ്മീഷൻ ഇപ്പോൾ വഖഫ് ആണെങ്കിൽ ഇതാണ് പരിഹാരം. അതിപ്പോൾ അപ്പോൾ ഈ ഓർഗനൈസർ ലേഖനമൊക്കെ അവരും വായിക്കുമല്ലോ, ജബൽപൂർ അവർ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ പറയേണ്ടതില്ല. അവർക്ക് കാര്യം വിവേകമുള്ള, അതുപോലെ തന്നെ നല്ല വിവരമുള്ള ഒരു നേതൃത്വമാണല്ലോ അവർക്കൊക്കെ ഉള്ളത്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇപ്പൊ തന്നെ. അല്ല, ഇന്നലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടില്ല, അദ്ദേഹം പറഞ്ഞത് അക്വിസിഷൻ അല്ല തെറ്റ്, ഗ്രാബ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ഗ്രാബ് ചെയ്യുന്ന സമീപനം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിനെ എങ്ങനെ തെറ്റെന്ന് പറയാൻ കഴിയും എന്നാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവരുടെ കണക്കിൽപ്പെടുത്തിട്ട് വഖഫ് ബോർഡിനേക്കാൾ കൂടുതൽ സ്വത്ത് അവരുടെ കയ്യിലുണ്ടെന്ന് ഓർഗനൈസർ ആധികാരികമായി പ്രഖ്യാപിക്കുമ്പോൾ തിരുത്തി എന്ന് പറയും. അത് വിവാദം വന്നപ്പോൾ പിൻവലിക്കുന്നതല്ലേ. അതിപ്പം ഏത് കാര്യത്തിലും
അങ്ങനെയാകണമെന്നില്ല. ഞങ്ങളുടെ കള്ളി ഇപ്പോൾ വെളിച്ചത്താവുമ്പോൾ തൽക്കാലം അത് അടുത്തുനിന്ന് അടച്ചു വയ്ക്കാമെന്ന് കരുതുന്നാകാം. തൽക്കാലം കള്ളി ഇപ്പോൾ അവരുടെ പദ്ധതി ഉണ്ട്, വഖഫ് വെച്ചിട്ട് അവർ മുനമ്പം ഉപയോഗിച്ചിട്ട് ചില മേഖലകളിൽ കിടന്നു കയറാൻ പറ്റുമോ എന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ഉദ്ദേശം ഇതാണെന്ന് പകൽ പോലെ വ്യക്തമാകുന്ന ലേഖനം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഉടൻ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം, തൽക്കാല രാഷ്ട്രീയ ലക്ഷ്യത്തിന് അപകടം കിട്ടുമെന്ന് അവർ തോന്നുന്നു. അപ്പോൾ തൽക്കാലം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ നിൽക്കല്ലേ ചെയ്യുന്നത്. പൊതുവെ അങ്ങനെ കരുതാത്ത ആരെങ്കിലും നാട്ടിലുണ്ടോ? മറ്റൊരു കാര്യം, ഇപ്പോൾ സ്റ്റേറ്റിന്റെ വഖഫ് ബോർഡ് നീട്ടിക്കൊടുത്ത കാലാവധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ വഖഫ് ബോർഡ് വളരെ വേഗത്തിൽ രൂപീകരിക്കേണ്ടി വരും. പുതിയ വഖഫ് നിയമം അനുസരിച്ചായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ? അതെല്ലാ വശവും നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തരത്തിലുള്ള എതിർപ്പ് അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഭാഗത്തുണ്ടാവും. കാരണം അല്ല, നമ്മൾ നിയമം അത് സംബന്ധിച്ചിപ്പോൾ കോടതിയുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ വശവും പരിശോധിച്ചിട്ടായിരിക്കും സർക്കാർ സംബന്ധിച്ച് തീരുമാനമെടുക്കുക. അതിലെല്ലാം പറഞ്ഞേ, രൂപീകരിക്കുന്നത് എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് നിയമത്തിന്റെ സാധുത, അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ സർക്കാർ തീരുമാനമെടുക്കുള്ളൂ. നമ്മളെല്ലാ വശവും നോക്കുന്നേ ഉള്ളൂ.